ബഹ്റൈനിൽ ട്രേഡിംഗിന്റെ പേരിൽ 5 ലക്ഷം ദിനാറിന്റെ വൻ തട്ടിപ്പ്. വിവിധ സ്ഥാപനങ്ങളെ ചെക്ക് നൽകി കബളിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശി മുങ്ങി. ഇടപാടുകാർക്ക് നൽകിയ ചെക്ക് മടങ്ങിയപ്പോൾ അന്വേഷിച്ചെത്തിയവർക്ക് കാണാനായത് പൂട്ടിയ ഓഫീസ് മാത്രം. ബഹ്റൈൻ ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ബഹ്റൈനിൽ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നായി ട്രേഡിംഗ് നടത്തി 5 ലക്ഷത്തോളം ദിനാർ തട്ടിയെടുത്ത ഒരു മലയാളി നാട്ടിലേക്ക് കടന്നു കളഞ്ഞിരിക്കുകയാണ്. 5 ലക്ഷം ദിനാർ എന്ന് പറയുമ്പോൾ ഏകദേശം 11 കോടിയിലധികം ഇന്ത്യൻ രൂപ വരും. ഈ തട്ടിപ്പിനിരയായ കുറച്ച് ആളുകൾ മീഡിയ വണ്ണോടൊപ്പം ചേരുകയാണ്. ഇതൊരു വലിയ തട്ടിപ്പാണ്. ഏകദേശം 5 ലക്ഷം ദിനാർ എന്ന് പറയുമ്പോൾ 11 കോടിയിലധികം രൂപ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പ് സംഭവിച്ചത്? ആദ്യം ഇവർ നമ്മളെ സമീപിച്ചു. ക്രെഡിറ്റ് തരണം, നമുക്ക് ഇന്ന പ്രൊഡക്റ്റിൻ്റെ ലിസ്റ്റ് നമുക്ക് അയച്ചതാണ്, നിങ്ങൾ ഏതാണ് പ്രൊഡക്റ്റ് ഉള്ളത് അതിൻ്റെ ലിസ്റ്റ് അയച്ചതെന്ന് പറഞ്ഞു. മീറ്റ് ചെയ്ത് അവർ സംസാരിച്ച് പിന്നെ നമ്മൾ എഗ്രിമെൻ്റ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അവർക്ക് ക്രെഡിറ്റ് കൊടുത്തു. ഫസ്റ്റ് 2 പേയ്മെൻറ്റ് അവർ കറക്റ്റ് തന്നു പേയ്മെൻറ്റ്. മൂന്നാമത്തെ നമ്മുടെ സാധനം ഓർഡർ തന്നതിന് ശേഷം പിന്നെ അവർ ഒരു ദിവസം ഇങ്ങനെ ഒരു ന്യൂസ് നമുക്ക് കിട്ടി അവർ ഇവിടുന്ന് പോയി എന്നുള്ളത്. അപ്പോൾ ഞാൻ അവരെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ ഓഫീസൊക്കെ ലോക്ക് ചെയ്തിട്ടുണ്ട്. താഴെ കുറേ കമ്പനിയുടെ സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വന്നിട്ട് അവർ പേയ്മെൻറ്റും വാച്ച്മാനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വാച്ച്മാനോട് ചോദിച്ചപ്പോൾ വാച്ച്മാൻ പറഞ്ഞു അവർ ഇന്നലെ രാത്രി തന്നെ ഇവിടുന്ന് സാധനങ്ങളെടുത്ത് ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുള്ളത്. പിന്നെയാണ് ഇത് വാർത്തയായിട്ട് ഇങ്ങനെ വരുന്നതും. അവർ നമുക്ക് PDC ചെക്ക് തന്നിട്ടുണ്ട്. മിനിയാന്ന് ഒരു 6500 ദിനാറിൻ്റെ PDC ചെക്ക് ബൗൺസായി. പിന്നെ അതിനുശേഷം ഇനി വരാൻ പോകുന്നതെല്ലാം PDC ചെക്കാണ്. അതൊക്കെ ബൗൺസ് ആണുള്ള ഇതിലുള്ളത്. തിരുവനന്തപുരം സ്വദേശിയാണെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതിൻ്റെ യഥാർത്ഥ വാർത്ത എന്താണെന്ന് ഇതുവരെ നമുക്ക് അറിഞ്ഞിട്ടില്ല. എന്നെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ അർജൻറ്റായിട്ട് ഒരു വിസ ഇഷ്യൂ ആണ്, വിത്തിൻ 1 hour ടൈം MDൻ്റെ പാർട്ണർക്ക് വേണ്ടിയിട്ടാണ് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരായിട്ട്. അപ്പോൾ ഞാനത് ചെയ്തു കൊടുത്തു. അപ്പോൾ അതിൽ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തു. അപ്പോൾ ബോസായിട്ടൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സീഫിൽ അവർ ഓഫീസിൽ പോയിട്ട് മീറ്റ് ചെയ്യുന്നതും അവരായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ക്രെഡിറ്റ് ഫെസിലിറ്റി ഇല്ല എന്ന് അവരോട് പറഞ്ഞിരുന്നു. അവർ ക്രെഡിറ്റ് ഫെസിലിറ്റി വേണ്ടെന്ന് പറഞ്ഞ് ഇതേപോലത്തെ കൈൻഡ് ഓഫ് സർവീസ് മാത്രം മതി എന്നാണ് എന്നോട് പറഞ്ഞത്. ആ രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതും. അൺഫോർച്യുനേറ്റ്ലി ആ പേയ്മെൻറ്റ് കറക്റ്റ് എനിക്ക് തന്നു, ഞാൻ ക്ലിയർ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ എന്നെ അപ്രോച്ച് ചെയ്തു, 2 ടിക്കറ്റ് വേണം, അത് കൊടുത്തു. അങ്ങനെ ഒരു 2-3 ട്രാൻസാക്ഷൻ കണ്ടിന്യൂ നടന്നിരുന്നു. അപ്പോൾ പിന്നീടാണ് മനസ്സിലായി. പിന്നെ എനിക്കൊരു 2 weeks ഡേറ്റ് ഇട്ടിട്ടാണ് ചെക്ക് തരുന്നത്. അത് 10th of August ഫസ്റ്റ് ചെക്ക്. അതിൽ ഏകദേശം ഒരു 4500-5000 അടുത്ത് എൻ്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്രോച്ച്വലി ഞാനത് വിശ്വസിച്ചു. അതിൻ്റെ മുകളിലാണ് ക്രെഡിറ്റ് കൊടുത്തതും. പിന്നെയാണ് 10th ചെക്ക് റിട്ടേൺ ആയാലാണ് 9th ഞാൻ അവർ ഓഫീസിൽ പോയാലും 8th അവരെല്ലാം എസ്കേപ്പ് ആയെന്ന് പറഞ്ഞത്. മലയാളം അതിൽ കൂടെ തന്നെ എനിക്കറിയാൻ സാധിച്ചത് ഒരു ട്രിവാൻഡ്രം ആൻഡ് കാലിക്കറ്റ്, കാസർഗോഡ് 3 ടീമായിട്ടുള്ളൊരു മാഫിയ തന്നെ ഇതിലുണ്ടാകുന്ന നടക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഞാനിത് നിവാരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എൻ്റെ കൂടെ അവർക്ക് എന്നോട് ബന്ധമുള്ള 25 വർഷമായിട്ട് ബന്ധമുള്ള ബഹ്റൈനി സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ബഹ്റൈനിക്ക് കേരളക്കാരോടുള്ള ഒരു വിശ്വാസവും നമ്മളോടുള്ള ഇഷ്ടമുണ്ട്. അതിനാണ് ഇങ്ങനെയുള്ള കുബുദ്ധികളെല്ലാം ബിസിനസ് ചെയ്ത് മാർക്കറ്റിലൊരു ബാഡ് ഇമ്പാക്റ്റ് മലയാളിനെ കുറിച്ച് ഉണ്ടാക്കും. അത് തീർച്ചയായിട്ടും അതിന് നടയിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എത്രത്തോളം പോകാൻ പറ്റുമോ? എനിക്ക് എൻ്റെ കൂടെ തന്നെ നോക്കുമ്പോൾ ഏകദേശം ഒരു 5-8 ട്രാവൽ ഏജൻസിയും ഇതിൽ വന്നിട്ട് എന്നെ പോലെ തന്നെയാണ്. അവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് നമ്മളിപ്പോൾ മാക്സിമം ഇൻഡസ്ട്രി, ട്രാവൽ ഇൻഡസ്ട്രി ആൻഡ് ഹോട്ടൽ ഇൻഡസ്ട്രി, ട്രേഡിംഗ് ആൻഡ് ഫുഡ്, ഓൾ കൈൻഡ് ഓഫ് അറൗണ്ട് 45 കേസസ് ആണ് നമ്മളിപ്പോൾ രജിസ്റ്റർ ചെയ്ത് കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കോർഡിനീകരിച്ചിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു ഗ്രൂപ്പായിട്ട് തന്നെ ഇത് മുന്നോട്ടേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവർ കോർഡിനേറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഏത് അറ്റം വരെ പോകണം അറ്റം വരെ പോകാൻ പറ്റും. മറ്റൊരു മലയാളിക്കോ മറ്റൊരു സ്ഥാപനം നടത്തുന്നവർക്കോ ഒരു കാരണവശാലും ഇങ്ങനത്തെയുള്ള ചതിയിൽ പെടരുത് എന്ന ഒറ്റ വിശ്വാസത്തോടു കൂടിയിട്ടാണ് എല്ലാവരോടും മുന്നോട്ടേക്ക് പോകുന്നത്. നമ്മളുടെ കമ്പനിന്ന് 19,900 BD നഷ്ടപ്പെട്ടിട്ടുണ്ട്. ദിസ് ഗൈ JTech already given PDC checks for us. പ്രീവിയസ് PDC ചെക്ക് ഓൾറെഡി ഒരു ചെക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ക്ലിയർ ആവാനുള്ളത് 29th of August. സോ ആസ് പെർ ദ മാർക്കറ്റ് ഓൾറെഡി വേറെ പല ചെക്സ് ബൗൺസ് ആയിട്ടുണ്ട് ഓൾറെഡി, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്നിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ സോ വി നീഡ് ടു ബ്രിങ് ഹിം ബാക്ക്, ദെൻ ഓൺലി തിങ്സ് ഗെറ്റ് സോർട്ടഡ്. ഇപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇന്നലെ നമ്മളെ കമ്പനിയിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. പോലീസ് കമ്പനിയിൽ വന്നു, ഡീറ്റെയിൽ എല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ മാക്സിമം അത് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ മാക്സിമം നമ്മൾ ഇനി ഇങ്ങനെയൊരു അവസ്ഥ ഇനി അടുത്തൊരു ഉണ്ടാവാൻ പാടില്ല മറ്റുള്ളവർക്ക്.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാക്സിമം നമ്മൾ അതിന് വേണ്ടി പൊരുതും തീർച്ചയായിട്ടും. Actually, I got a call from JTech company to visit to open the credit forms. So we have taken all the documents like what they need and what I need. I asked them. They have given all the CR and all the documents and all everything. So I thought it's a genuine company. So we have supplied the items and then we got like PDC check same in like within 2-3 days. So I'm having the check. It's for like 5th of September. But now, as the news came, I came to know that they are not here. So I visited there, but the office is closed. Everything is closed. So now it's like we are cheated with them. So I need like people should be careful about this kind of companies, and I need like government should help us.